വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ലോഗ്. സോ നമുക്ക് ഇന്ന് സൊമാറ്റോ എങ്ങനെ ജോയിൻ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ആണ്, എങ്ങനെയാണ് ഷിഫ്റ്റിംഗ് ആണ് എന്നുള്ളതെല്ലാം നിങ്ങളിലോട്ട് എത്തിക്കാൻ പോവാണ്. സോ നമുക്ക് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കാണുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് വരാനായിട്ട് ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വേണമെന്നില്ല. നമുക്ക് വേണ്ട എന്താണ്, ഒരു ബൈക്കും അതുപോലെ തന്നെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി എന്തായാലും കുഴപ്പമില്ല, ലൈസൻസ്. ഈ രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. വേറെ പ്രശ്നങ്ങൾ പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഒരു മൈൻഡും അതേപോലെ തന്നെ കുറച്ച് ഫിസിക്കലൊക്കെ ഫിറ്റായിരിക്കണം. എന്താ വെച്ചാൽ ഒരുപാട് പേര് നമ്മളിപ്പോൾ ഫുൾ ടൈം കൂടുന്ന വെച്ചാൽ നല്ല രീതിക്ക് സ്ട്രെസ് എടുക്കേണ്ടി വരും. മറ്റുള്ള ജോബുകൾ പോലെ അല്ലല്ലോ. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഫിസിക്കലി ഒരുപാട് പ്രോബ്ലംസ് വരാനുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഫസ്റ്റ് നോക്കാറുള്ളത്. പിന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസ്, അതുപോലെ തന്നെ ഏതാ വണ്ടി, പിന്നെ KYC ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അക്കൗണ്ട് നമ്പർ. പിന്നെ നമുക്ക് ജോയിൻ ടൈമിൽ ഒരു ഫീ വരും. ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ അവർക്ക് അങ്ങോട്ട് അടച്ചു കൊടുക്കാന്നുള്ളതായിരുന്നു ഓടിയ ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ 1600 രൂപയും കണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാഗിനും ടീഷർട്ടിനൊക്കെ ആയിട്ടുള്ള ഇതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള നമ്മുടെ ഫുൾ സ്ലീവ് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്തോടുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും ഈ 10 മണിക്കൂർ മാക്സിമം വർക്ക് ചെയ്താലേ നമുക്ക് ഈ 10 ഗിഗുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ 10 ഗിഗ് കംപ്ലീറ്റ് ചെയ്താൽ എത്ര രൂപ ഏണിങ്സ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1500-1600 രൂപ ഏണിങ്സ് കിട്ടും. അതിൽ നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് അനുസരിച്ചിരിക്കും എണ്ണച്ചെലവ് പോകുന്നത്. എൻ്റെ വണ്ടി സ്പ്ലെൻഡറാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 200-250 രൂപയുടെ എണ്ണയും കാര്യങ്ങളും പോവും. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്ത് വെച്ചോ, 4 അല്ലെങ്കിൽ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ 5 to 10 ഗിഗ് എടുത്ത് വെച്ചോ. അപ്പോൾ 4 ഗിഗ് എടുത്തിട്ട് 100 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. പിന്നെ ബാക്കി നമുക്ക് ഓർഡർ റാങ്ക്സ് കിട്ടും. ഓർഡർ റാങ്ക്സ് എന്ന് പറയുമ്പോൾ ഒരു 10-300 രൂപ അല്ലെങ്കിൽ 400 രൂപ, കുഴപ്പമില്ല. പിന്നെ ഇതിൽ നമുക്ക് ഗിഗ്സ് എടുക്കുന്ന കൂടെ ഒപ്പം തന്നെ നമുക്ക് ഓർഡർ ടാർഗറ്റ് ഉണ്ട്. അതായത് 10 ഗിഗ് എടുക്കണം വെച്ചാൽ 18 ഓർഡർ എടുക്കണം. അതുപോലെ തന്നെ 8 ഗിഗാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 13 ഓർഡറോ എന്താ എടുക്കണം. അതുപോലെ തന്നെ 4 ഗിഗാണ് വെച്ചാൽ 8 ഓർഡർ എന്തോ എടുക്കണം. സോ ഇത് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർ ഇൻസെൻറ്റീവ് അനുവദിച്ച് നൽകുള്ളൂ. സോ അതിനനുസരിച്ച് നമ്മൾ ചത്തുകുത്തി ഓടണം. ആ ഒരു സീൻ തന്നെയാണ്. 10 ഓടുന്നൊരു സത്യമായിട്ടും നല്ല രീതിക്ക് എന്താ പറയുക, ടയേർഡാവും. കാരണം നിർത്താതെയുള്ള ഓട്ടോ അല്ലേ. നൈറ്റ് ആകുമ്പോഴേക്കും 18 ഓട്ടോ എടുക്കണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് റൈഡേഴ്സ് കൂടിയിട്ടുണ്ട്. എറണാകുളത്താണെങ്കിലും എവിടെ ആണെങ്കിലും. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്, എടപ്പള്ളി കളമശ്ശേരി സോണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലുലുമാളിനകത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും നമുക്ക്. സോ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കി ഓർഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. വിചാരിക്കുമ്പോൾ സിമ്പിളാണ്. പിന്നെ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് സുഖമാണ്. എങ്ങനെ നമ്മളെപ്പോലൊക്കെ ഇങ്ങനെ റൈഡ് ആസ്വദിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു വൈബ്, അത്രയും ഏണിങ്സും കിട്ടും. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പഠിക്കാൻ വരുന്നവർക്കൊക്കെ പാർട്ട് ടൈം സെറ്റാട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഭരിക്കാനായിട്ട് ആരുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓടാം, നമ്മുടെ ഇഷ്ട സമയത്ത് ഓടാം. നമ്മൾ കറക്റ്റായിട്ട് ഡെലിവറിയും കാര്യങ്ങൾ നടത്തിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരുപാട് ഡിനേലൊക്കെ ആയിക്കഴിഞ്ഞു വെച്ചാൽ ഒരു സീനാട്ടോ. നമ്മുടെ റാങ്കിനെ ബാധിക്കും, ഓർഡർ കിട്ടുന്നത് കുറവാകും, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സോ അതും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും കണ്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. സോ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് സൊമാറ്റോക്ക് അടുത്ത് ഗിഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗിഗും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഓടാൻ പോകാനായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഗിഗ് അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇൻസെൻറ്റീവും കാര്യങ്ങളും ഉണ്ടാകത്തില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഗിഗ് ഇൻസെൻറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒരു 2-3 ദിവസത്തേക്ക്. അതായത് നമുക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ എനേബിൾ ആകും. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഗിഗ് ബുക്ക് ചെയ്യാം. ഗിഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര മണിക്കൂർ വെച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ പീക്ക് ടൈംസ് വന്നിട്ട് 12-2 7-9 പറയുന്നത് ഒരു ഗിഗാണ്. അല്ലാത്തൊക്കെ 1 hour ഗിഗ്സ് ആണ്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഓടാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പഠിക്കാൻ വരുന്നവർ അത്തരത്തിലുള്ളവർക്കൊക്കെ എന്താ വെച്ചാൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കോഴ്സ് കുറച്ച് നേരം ഉള്ളു വെച്ചോ, കുറച്ച് സമയം നമുക്ക് ഇതുള്ള വർക്ക് പഠിത്തമുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഏണിങ്സും കിട്ടും, നമ്മുടെ ഫീസും കാര്യങ്ങൾ അറിഞ്ഞു പോവാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു മൈൻഡ് വേണം ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥയ്ക്ക് എന്താ അറിയാമോ, 2 ദിവസം ഓടി കുറച്ച് ഏർണിങ്സ് വെച്ചോ ഞാൻ ഉണ്ടാണ്ടിരിക്കും.
നമ്മൾ ഒറ്റ മൈൻഡിൽ ഓടുകയാണ് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്, അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാക്കാം. ശരിക്കും ഫുൾ ടൈം ഡെയിലി ഓടിക്കഴിഞ്ഞാൽ 8 രൂപ 10 രൂപ ഒരു വീക്കിൽ ഉണ്ടാക്കാം നമുക്ക്. ചൂടില്ല, കാരണം നമ്മളെ ഭരിക്കാൻ ആരും ഇല്ല. നമ്മൾ വേണമെങ്കിൽ പോവാ, അങ്ങനത്തെ ഒരു മൈൻഡാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഓടില്ല, അതാണൊരു സീന് ഗൈസ്. പിന്നെ എന്താ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പലവിടെയും മുമ്പ് പലരും പല രീതിയിലുള്ളതായിരിക്കും. പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കാണാം, പലതരത്തിലുള്ള സെക്യൂരിറ്റീസിനെ കാണാം. അതെല്ലാം നമുക്ക് കെയർ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി നമുക്ക് എന്താണ്, എന്താ പറഞ്ഞാലും ആ ഒരു രീതിക്ക് നിൽക്കണം. ഇത് നമ്മുടെ ഫീൽഡ് അതാണല്ലോ. സോ എന്താ പറ്റുന്നത്രയും നമ്മൾ പിടിച്ച് നിൽക്കാം. നമ്മുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിൽ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ പറയാനായിട്ട് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ സ്വിഗ്ഗിയാണ് ഓടിയത്. പക്ഷേ സ്വിഗ്ഗിയിൽ ഫസ്റ്റ് 1 മന്ത് എന്താ ഇൻസ്റ്റാമാർട്ട് ഓർഡർ തോന്നുന്നു. സോ അതുകൊണ്ട് എനിക്ക് 2-3 ഓർഡർ എടുത്ത് 2-3 ഓർഡർ എടുത്തപ്പോൾ തന്നെ എനിക്ക് മടുത്ത്. കാരണം വെച്ചാൽ നമ്മൾ വീണ്ടും ഇൻസ്റ്റാമാർട്ടിൽ പോകണം, അടുത്ത ഓർഡർ എടുത്ത് പിക്ക് ചെയ്തിട്ട് സ്ഥലത്തോണ്ട് കൊടുക്കണം, വീണ്ടും തിരിച്ച് അവിടെ തന്നെ പോകണം, വീണ്ടും അടുത്ത ഓർഡർ എടുക്കണം. ഒരു വൈബ് കിട്ടുന്നില്ല. ഇതാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഡെലിവറി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സ്ഥലങ്ങൾ കാണാം. അതുപോലെ തന്നെ എന്താ ഇപ്പോൾ ചില സമയത്തേക്ക് അടുത്തുണ്ടാവുള്ളൂ, ചിലപ്പോൾ ദൂരത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിട്ട് വരുമ്പോഴേക്കും തന്നെ ഒരു വൈബ് കിട്ടും. പിന്നെ ഏണിങ്സ് അത്യാവശ്യം കിട്ടുമല്ലോ. ഇത് ചെറിയ ഓർഡർ ആകുമ്പോൾ കുഞ്ഞു ഓർഡർ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും. വീണ്ടും പോവുക, വീണ്ടും കയറുക, എടുക്കുക, വീണ്ടും കയറുക, എടുക്കുക. ഇത് അങ്ങനെയല്ല, കുറച്ച് 2-3 ചെറിയ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 2-3 വലിയ ഓർഡറും കിട്ടും, അപ്പോൾ അത്യാവശ്യം ഏണിങ്സും കിട്ടും. സോ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ പഴയ പോലെ ഏണിങ്സ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം മുമ്പ് ഓടിക്കൊണ്ടിരുന്നതൊക്കെ പറയുന്നത് പഴയ പോലെ ഏണിങ്സും കാര്യങ്ങളും ഇല്ല. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടി, അത് തന്നെയാണ്. പിന്നെ സൺഡേസ് ആൻഡ് സാറ്റർഡേസ് ഒക്കെ ഭയങ്കര ശോകമാണ് കേസ്. കാരണം എല്ലാവരും ജോലിയുള്ളവരടക്കം, ഞാനിപ്പോൾ വർക്കിന് കയറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വർക്കില്ലാത്ത ടൈമിലേക്കാണ് ഞാൻ സൊമാറ്റോ ഓടുന്നത്. അതുകൊണ്ട് വ്ളോഗിങ്ങെല്ലാം അധികം ഇല്ലാത്തതും. അങ്ങനെയൊക്കെയാണ്. നമുക്കൊരു എന്താ പറയുക, പോക്കറ്റ് മണി അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാം. നമ്മുടെ സാലറിന് കൂടുതലും നമുക്ക് വേറെ ജോബ് ഉണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം കുറച്ചുകൂടി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്നാണ് പറയാനായിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജോയിനിങ് പ്രോസസ് ഒക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആൻസേഴ്സും കാണാനായിട്ട് വീഡിയോ ഇടാം. അത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ, സീ യു.